റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിക്കുന്നത് സ്വർഗ്ഗം കിട്ടാൻ പോലും കാരണമാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കാരണം സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, നരകാവകാശി എന്ന് റസൂൽ നേരിട്ട് പറഞ്ഞ കാഫിറായ അബൂലഹബ് തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന ഒരു മകൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത വന്ന് ആദ്യം പറഞ്ഞ സുഹൈബത്തുൽ അസ്ലമി എന്ന തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നു. നബി ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ അല്ലാഹു ഇളവ് കൊടുക്കുന്നുണ്ട്. ഹദീസിൽ തന്നെ കാണാം, തിരുനബിയുടെ മൂത്താപ്പ അബൂലഹബിന്റെ മരണശേഷം മോശമായ രൂപത്തിൽ ചില ബന്ധുക്കൾക്ക് സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? അതിന് അബൂലഹബ് കൊടുത്ത മറുപടി, സുഹൈബയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്ക് പാനീയം നൽകപ്പെടുന്നു എന്നല്ലാതെ മറ്റൊരു സുഖവും എനിക്ക് ലഭിക്കുന്നില്ല. അപ്പൊ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഒരു കാഫിറിന് പോലും ശിക്ഷയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിമായ നമുക്ക് അള്ളാഹു പ്രതിഫലം തരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അബൂലഹബിന് ഈ അനുഗ്രഹം ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചത് കൊണ്ടാണെന്ന് ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ്, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തുടങ്ങിയ പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്.